കലൂർ സ്റ്റേഡിയ നവീകരണ കരാറിൽ അവ്യക്തതയില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. GCDA വിശദീകരണം നൽകിയിട്ടുണ്ട്. നവീകരണം നിശ്ചയിച്ച പോലെ പൂർത്തിയാക്കാനായില്ല. എല്ലാം സുതാര്യമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ നവീകരണ കരാറിൽ അവ്യക്തത ഇല്ലെന്ന് ഇന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജോ, വി അബ്ദുറഹിമാൻ അതായത് കൊച്ചിയിൽ അർജന്റീന ടീം കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കായിക മന്ത്രി അബ്ദുറഹിമാൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം GCDA ഇറക്കിയ പത്രക്കുറിപ്പിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. പ്രധാനമായും പറയുന്നത് കല്ലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചില പോരായ്മകൾ GCDAയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും അർജന്റീന ഫുട്ബോൾ ടീമും അടക്കം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പോരായ്മയുണ്ട്. ഇത് ഫിഫ ടീമിനെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യമാണ് കായിക മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായും സ്പോൺസറെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിവാദം നിലനിൽക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ കൃത്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ സുതാര്യമായി തന്നെയാണ് സ്പോൺസറെ കണ്ടെത്തിയത് എന്ന കാര്യവും കായിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വിവാദങ്ങൾക്കൊന്നും മറ്റ് പ്രശ്നങ്ങളില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഇപ്പോൾ നിലവിൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്റ്റേഡിയത്തിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അതിനുശേഷം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച വിവരങ്ങൾ ഫിഫയെ അറിയിക്കുമെന്ന കാര്യമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് കളി കേരളത്തിൽ കൊച്ചിയിൽ തന്നെ നടക്കുമെന്ന കാര്യവും വി അബ്ദുറഹിമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സിജു, അതായത് ഫിഫയെ കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ സ്പോൺസർഷിപ്പ് നൽകിയതിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ GCDA തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് മന്ത്രി പറയുകയും ചെയ്തത്. നിലവിൽ ഫിഫയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ കളി അവിടെ തന്നെ നടക്കും. അത് തന്നെയാണോ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഫിഫയുടെ അനുമതി, അതായത് ഇത്തരം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. പ്രധാനമായും ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ GCDA വ്യക്തമാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് പരിഹരിച്ചതിന് ശേഷം ഫിഫയെ അറിയിക്കും. ഫിഫയുടെ അനുമതി ലഭിച്ചാൽ അർജന്റീനയുടെ കളി കൊച്ചിയിൽ തന്നെ നടക്കും എന്ന കാര്യമാണ് കായിക മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ എത്രയും വേഗം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും GCDAയുടെ ഭാഗത്തു നിന്നെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിച്ചതിന് ശേഷം ഫിഫയുടെ അനുമതി ലഭിച്ചാൽ അർജന്റീന ടീമിൻ്റെ കളി കൊച്ചിയിൽ തന്നെ നടക്കുമെന്ന കാര്യം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സ്പോൺസറെ കണ്ടെത്തിയ കാര്യവും കൃത്യമായ രീതിയിൽ എല്ലാ സുതാര്യതയും പാലിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കണ്ടെത്തിയത് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സിജു.